അപ്പോൾ ഗൈസ് സുഖല്ലേ? നമ്മളിന്നൊരു യാത്രക്ക് പോവാണ്. ഇന്ന് ഒരു 6:45 ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നമ്മളിന്ന് കാശ്മീർക്ക് പോവാണ്. കാശ്മീർക്ക് അപ്പോൾ നമ്മൾ ലഗേജൊക്കെ സെറ്റാക്കി നമ്മൾ വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇൻഷാ അല്ലാഹ് 6:45 ട്രെയിനിന് നേരെ പോണത് ആഗ്രയ്ക്കാണ്. ഒരു 13-ാം തീയതി അല്ല, ഇന്ന് 13-ാം തീയതി ചൊവ്വാഴ്ചയാണ്. നമ്മൾ ഏകദേശം ഒരു 25-ാം തീയതി ഒക്കെ ആകുമ്പോൾ തിരിച്ചെത്തുന്ന രൂപത്തിൽ 12-13 ദിവസത്തെ ഒരു ട്രിപ്പാണ്. ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റന്നാളാണ് നമ്മൾ ആഗ്രയിലെത്തുക. ആഗ്രയിൽ നിന്ന് നമ്മൾ നേരെ ഡൽഹി പോവും. ഡൽഹിയിൽ നിന്ന് നേരെ കാശ്മീർ പോവും. അപ്പോൾ കാശ്മീർ നമ്മളൊരു 4-5 ദിവസം ഉണ്ടാവും. അപ്പോൾ ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് നേരെ പോവും. പാലക്കാട് ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നേരെ ഞാൻ പറഞ്ഞില്ലേ ആഗ്രയ്ക്കുള്ള ട്രെയിൻ 6:45 ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളെ വീഡിയോകൾ ഇനി ഓരോ ദിവസം ഓരോന്നായിട്ട് ഇൻഷാ അല്ലാഹ് അങ്ങനെ വരും. അപ്പോൾ നമ്മളെ ചാനൽ, നമ്മളെ യൂട്യൂബിലാണെങ്കിൽ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ ഫുൾ സെറ്റാക്കിയിട്ട് പോകാനുള്ള ഫുൾ ഒരുക്കത്തിലാണ്. ഞാനും നമ്മളെ ഒരു ഗ്യാങ് ഉണ്ട്, 8 പേരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ് ഞങ്ങൾ പോണത്. ഞാനും നമ്മളൊരു സുഹൃത്ത് മണിയുണ്ട്, പിന്നെ ഒരു 6 ആൾക്കാർ നമ്മളെ തൊട്ട് കുരുവമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന്, നമ്മളെ നാട്ടിൽ നിന്ന് തന്നെയാണ്, ഒരു 6 പേര് വേറെയുണ്ട്. അപ്പോൾ ഞങ്ങൾ 8 പേര് കൂടിയിട്ടുള്ളൊരു യാത്രയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ട്രെയിൻ ടിക്കറ്റുകളൊക്കെ ഓൾറെഡി ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. റിട്ടേൺ വരെ ഞങ്ങൾ ഒറ്റപ്പാലം വന്ന് റിട്ടേൺ ഇറങ്ങണ വരെയുള്ള ട്രെയിൻ ടിക്കറ്റൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇനി റെയിൽവേ സ്റ്റേഷൻ ചെന്നാൽ ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മൾ നേരെ കയറും, ഇറങ്ങി നേരെ നമ്മൾ ലഗേജും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്ത് പറഞ്ഞ പെച്ചിൻ്റെ കൂടെ ഇത് തത്തടുപ്പിച്ച് റവ്വടിക്കാം. മുത്താണിത് റവ്വടിക്കാം, പിച്ചിക്ക് റവ്വടിക്കാം, പിച്ചിക്ക് റവ്വടിക്കാം. ഷർട്ട് മണിയാണിട്ട്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ വന്ന് ഇറങ്ങിട്ടോ. നൗഫല് ഞങ്ങളെ കൂടെ വരുന്ന ആളാണ്, വരേണ്ട ടിക്കറ്റ് ഒക്കെ എടുത്ത ആളാണ്. ആളൊരു കാളൂട്ടിന്റെ പേരും പോത്തുകൂട്ടിന്റെ പേരും പറഞ്ഞിട്ട് ആൾ ഒഴിവാണ്. ചേട്ടാ ഞങ്ങൾ ഇത്രയും പേരാണ് പോണത്. നമ്മൾ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കണോട്ടെ ഗൈസ്. പിന്നെപ്പാ അടിപൊളിയല്ലേ? ബീഫ് ഇതാ മണിയുടെ പേരുന്ന്. പത്തിരി ഞാൻ കൊടുന്നു. പത്തിരി സൂപ്പറല്ല? പത്തിരിയും ബീഫും ഒക്കെ കഴിച്ച് ഞങ്ങളിതാ കടക്കാൻ വേണ്ടി ഫുൾ സെറ്റായിട്ടാ. ഞങ്ങളേ ഇന്നലെ വൈകുന്നേരം പോകുന്നല്ലേ ഇവിടുന്ന്? ഇന്നലെ വൈകുന്നേരം പോകുന്നതാണ്. വിജയവാഡയിലെത്തി, തെലുങ്കാന. അപ്പോൾ ഞങ്ങള് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി നിർത്തിയതാണ്. അല്ല, വണ്ടി നമുക്ക് വേണ്ടി നിർത്തിയല്ലേ? ഞങ്ങൾക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. 15 മിനിറ്റ് ഓളം ഞങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി ഒരു ടൈം വന്നു. അപ്പോൾ ഞങ്ങൾ മേടിച്ചിട്ട് ഇനി അടുത്ത ഇതിലിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നാളെ ഏകദേശം ഈ നേരം ആകുമ്പോഴേക്കേ ഞങ്ങൾ ആഗ്രയിലെത്തുള്ളൂ. ഇപ്പോൾ ഉള്ളത് പറഞ്ഞേ വിജയവാഡ. ഗൈസ് ഞങ്ങൾ ആഗ്രയിൽ ട്രെയിൻ ഇറങ്ങിട്ടോ. തുടർച്ചയായ 42 മണിക്കൂറത്തെ ട്രെയിൻ യാത്ര കഴിഞ്ഞിട്ട് സൈനോ വാ 42 ഇനി നമ്മൾ കൊടുക്കും ആദ്യം താജ്മഹൽ. ഗൈസ് നമ്മൾ ആഗ്രയിൽ ഇന്ന് ഇറങ്ങിട്ടോ. ആഗ്രയിൽ വന്ന്
ഇപ്പോൾ ഒരു 12 മണി 1 മണി ടൈമിൽ ആഗ്രയിലെത്തി. ആഗ്രയിൽ റൂമൊക്കെ എടുത്ത് സെറ്റായി ഫ്രഷായി ഇനി താജ്മഹൽ കാണാൻ വേണ്ടി ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ റൂം ഇതാണ്. ചെറിയ പരിപാടിയാണ്. ചെറിയ റൂമാണ്. ഞങ്ങൾ 2 പേർക്കുള്ള റൂമാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ബാക്കി 6 പേര് അവിടെ വേറെ റൂമുണ്ട്. ഒരു റൂമിൽ കൊള്ളാത്തത് കാരണം 2 റൂം എടുത്തതാണ്. ബാത്റൂമും സൗകര്യമൊക്കെ നോക്കിയിട്ട് ഒരു ബാത്റൂം ആകുമ്പോൾ നമ്മൾ ഫ്രഷ് ആവാനൊക്കെ ബുദ്ധിമുട്ടാവുന്നു. കാരണം കുറച്ച് പേര് ഈ റൂമിലാട്ടോ. ഇത് വലിയ റൂമാണ്. 2 ബാത്റൂം അല്ലേ? അത്രയും വൃത്തിയാണ്. ഇവിടെ ഒരു ബാത്റൂമാണ്. ഫുൾ സെറ്റ് അല്ലേ സാമ? ആയിട്ടില്ല. എത്ര സെറ്റാണ്. നമ്മൾ ഇനി നേരെ പോകണം സൈനോ. നമ്മൾ നേരെ താജ്മഹൽ കണ്ടു കഴിഞ്ഞിട്ട് ആഗ്ര ഫോർട്ട് അതുകൂടി കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ തിരിച്ച് ഭക്ഷണം കഴിച്ചിട്ടില്ല. ആദ്യം ഭക്ഷണം മെനു ആണ് ഹോട്ടലിന്റെ. ഇതിൽ നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? ഫുഡ് ഏതുമാണ് നമ്മൾ സെലക്ട് ചെയ്യാം. നമുക്ക് ഇവിടുത്തെ നോർത്ത് ഇന്ത്യൻ ഫുഡ് തന്നെ കഴിക്കാനാണ് ഏറ്റവും നല്ലത്. അല്ല ഇവിടെ ഇവിടുത്തെ ഭക്ഷണം ഗോബി മഞ്ചൂരി, പിന്നെ ചന മസാല, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ വെജ് ബിരിയാണി, വെജിറ്റബിൾ ബിരിയാണി ഒക്കെ ഉണ്ട്. പല ചില ഓക്കെ. നമുക്ക് ഹോട്ടലിൽ പോയിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് നേരെ താജ്മഹൽക്ക് പോവാം. ഓക്കെ. ഞങ്ങള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറി കേട്ടോ. ഇവിടെ ചെറിയ ഹോട്ടല്. അടിപൊളി അടിപൊളി അടിപൊളി. സാധനം എന്താണ്? റൈസ്, ദാല്, ഇതെന്താണ്? വെജിറ്റബിൾ ചപ്പാത്തി, പിന്നെ ഇവിടെ വെജിറ്റബിൾ ബിരിയാണി, ഫ്രൈഡ് റൈസ് അങ്ങനെയുണ്ട്. മുള്ളങ്കി അല്ലേ? സൂപ്പർ. ഞങ്ങൾ താജ്മഹൽ കാണാൻ വേണ്ടിട്ട് ഞങ്ങളെ റൂമിന്റെ അവിടുന്ന് വണ്ടിയിൽ പോവാ. വണ്ടിയിലൊക്കെ ഒരു ചേരും നോക്കാണ് മക്കളെ. ഞങ്ങളെ വണ്ടി വലിയ മോശമൊന്നുമല്ല. ഇതൊക്കെ തന്നെ അല്ല കുട്ടി ഇതിന്റെ രസം. അല്ലാപ്പ നമുക്ക് നല്ല വണ്ടി ഇട്ടായിട്ടൊന്നുമല്ലല്ലോ. വണ്ടി ഇട്ടായിരുന്നു. അപ്പൊ ആഗ്രയിലെ ഓട്ടോറിക്ഷ എടുത്ത് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഒരു എന്താ പറയാ താജ്മഹലിന്റെ അവിടേക്ക് ഒരാൾക്ക് 20 രൂപ. എത്ര? 30 രൂപ. വിടുകയാണെങ്കിൽ 30 രൂപ, പുറത്താണെങ്കിൽ 20 രൂപ. അങ്ങാടി നാലാളൊരു വണ്ടിയിൽ എന്തല്ലേ ഇത് വഹിക്കുന്നെന്താ ഞങ്ങൾ അറിയിട്ടോ. അതിന് തലൊന്നുമില്ല. ടിക്കറ്റ് കൗണ്ടർ കേട്ടോ. താജ്മഹലിൻ്റെ ഉള്ളിൽ കയറണമെങ്കിൽ ടിക്കറ്റ് എടുക്കും. നമ്മളെ ആസിഫ് ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട്. എത്രയാണ് ഒരാൾക്ക്? ഒരാൾക്ക് 50 റുപ്യ. പിന്നെ അത് രണ്ടും ഇവിടുന്ന് കിട്ടും. പക്ഷെ നമുക്ക് അവിടുന്ന് എടുക്കാം. ചിലർക്ക് താല്പര്യമില്ലാത്തവർക്ക് അവിടുന്ന് എടുക്കാം. ടിക്കറ്റ് 8 എണ്ണം. എന്താണ് ചില്ലറ പൈസ? ഇത് ചില്ലറ പൈസ. ഈ കോയിൻ അവിടെ വെച്ചാലേ നമുക്ക് എൻട്രി ആവുള്ളൂ. ഇത് ഇത്ര ഉള്ളൂ അല്ലേ? ഈ കോയിൻ അതിൽ എൻട്രൻസ്. ടിക്കറ്റ് 50 രൂപ ടിക്കറ്റിന് എൻട്രി ഫീസ് മാത്രല്ലേ? ഈ താജ്മഹലിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ വേറെ ക്യാഷ് വേണം. സൗകര്യത്തിന്റെ ഉള്ളിലേക്ക് ചെല്ലണമെങ്കിൽ 200 രൂപ. ഇതിന്റെ ഉള്ളിലേക്ക് പോകാൻ വേണ്ടി മാത്രം നമ്മൾ പ്രത്യേക ഷോക്കാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ടിക്കറ്റ് കിട്ടിട്ടോ. നമ്മളെ ഇടപെടൽ കാരണം ടിക്കറ്റ് പെട്ടെന്ന് കിട്ടി. ഇവിടെ ചെക്കിങ് അല്ലാത്തവരെ ഇവിടെ ഫുൾ ചെക്കിങ് ആയിട്ടോ. ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് അല്ല പുറത്തുനിന്ന് ഉള്ളിലേക്ക് കയറ്റുന്നുള്ളൂ.
താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടിയാണ്. 200 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. അവിടുന്ന് നമ്മൾ എടുത്തത് എൻട്രി ഫീസ് മാത്രമാണ്, അത് 50 രൂപ ഉള്ളൂ. ഇനി ഇത് ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ഇവിടുന്ന് എടുക്കുന്നുണ്ട്. ടിക്കറ്റ് കൗണ്ടർ ഇവിടെയാണ്. എല്ലാവർക്കുള്ള ടിക്കറ്റ് എടുത്തോ 200 രൂപയാണ് ഒന്നിന്. 200 രൂപ ഒരാൾക്കല്ലേ? ഒരു ക്യാമറ ഉണ്ടാകാൻ പറ്റില്ല, ക്യാമറ അലൗഡ് അല്ല. നമ്മൾ താജ്മഹലിൻ്റെ ഉള്ളിലേക്ക് കയറാം കേട്ടോ. താജ്മഹൽ സ്പെഷ്യൽ ഷൂ ഒക്കെ നമ്മൾ ഷൂവിൻ്റെ മേലൊരു സംഭവം ഇട്ടതിന് ശേഷം വേണം കയറാൻ. ഒക്കെ ഒറിജിനൽ പക്ക മാർബിൾ. നമ്മൾ മറ്റേ മുംതാസിൻ്റെ ഷാജഹാൻ്റെയും മറ്റേ മക്ബറയിൽ പോയിട്ടോ, പക്ഷെ അങ്ങോട്ട് ക്യാമറ കയറ്റില്ല. ക്യാമറ കയറ്റാത്തത് കാരണം ഞങ്ങൾക്കത് കണ്ടറിഞ്ഞു. എവിടെയാണ് സംഭവം? ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയില്ലേ? പിന്നെ അപ്പോൾ താജ്മഹലിനെ പറ്റി എന്താ എൻ്റെ അഭിപ്രായം? താജ്മഹലിനെ പറ്റി എന്താണ്, കണ്ടാലും പൂതിരാത്ത സംഭവമാണ്. കണ്ടാലും പുതിയ സംഭവം. നമ്മളെ ഖജാൻജി ആസിഫ് സൂപ്പറായില്ലേ? ഓളി എനിക്ക് താജ്മഹലിൻ്റെ ചരിത്രം നമ്മളെ മണി പറയും. ഉഷാർ അല്ല, സൈനാണ് എൻ്റെ ആൾ. താജ്മഹലിന്റെ ചരിത്രം എന്ന് പറയുന്നത് മുംതാസിനോടുള്ള പ്രേമം നിലനിർത്താൻ വേണ്ടിയിട്ട് അതിന്റെ മരണശേഷം ഒരു സ്മാരകം ഉണ്ടാക്കിയതാണ്. ഇത് ലോകാത്ഭുതങ്ങൾ 7 ലോകാത്ഭുതങ്ങൾ രണ്ട് കബറുകൾ മുംതാസിന്റെയും ഷാജഹാന്റെയാണ്. അത് ലോകാത്ഭുതങ്ങൾ 7 ഒന്നാണത്. അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന തന്നെ നമ്മളൊരു ഇന്ത്യക്കാരനാണ്. ലോകാത്ഭുതങ്ങളിലെ 7 ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ. അത് നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതൊക്കെ ഫുള്ള് മാർബിളിൽ അന്നത്തെ കാലത്ത് കൈകൊണ്ടുള്ള കൈപ്പണിയിലാണ് ഉണ്ടാക്കിയത്. ഇതിന്റെ ബാക്ക് സൈഡിൽ വരുന്നത് യമുന നദിയാണ്. ആ സൈഡിലൂടെ കാണുന്നത്. അതിന് 3 ഗേറ്റ് ഒരേപോലെ, 2 സൈഡിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും ഒരേ ഗേറ്റ്. ഇതിന്റെ 4 തൂണും ഒരേ അളവിൽ നല്ല ഹൈറ്റിലാണ്. കുത്തബ് മിനാറിനേക്കായി വളരെ വലിപ്പം കൂടുതലാണ് എന്നാ പറയുന്നത്. കുത്തബ് മിനാറിനേക്കായി ഹൈറ്റ് കൂടും, പക്ഷെ കണ്ടു കഴിഞ്ഞാൽ കുത്തബ് മിനാറാണ് വലുത് തോന്നിപ്പോയെങ്കിലും ഇതിന്റെ തൂണാണ് ഇതിന്റെ ഏറ്റവും വലുത്. കുത്തബ് മിനാറിനും വലുത് നമ്മളെ ഈ തൂണാണ്. 4 തൂണുണ്ട്, 4 സൈഡിൽ ഒരേപോലെ. ഗൈസ്, അപ്പോൾ നമ്മൾ സൈനുവിൻ്റെ വിവരണം കേട്ടില്ലേ? ഇത് അവിടെ ഉണ്ടൊരു തൂണ് കേട്ടോ. വർക്കുകളാട്ടോ, ഒരു രക്ഷയില്ലാത്ത ഗ്രാനൈറ്റ് അല്ല മാർബിൾ കൊണ്ടുള്ള ഫുള്ള് കൊത്തുപണി. അത്ഭുതം തന്നെയാണ്. ഫുള്ള് കൊത്തുപണി. കൊത്തുപണിയാണ് ഇതൊക്കെ. മെഷീനെ കാരണം എന്ത് മെഷീൻ, അന്നത്തെ കാലത്ത് അവിടെ മെഷീൻ. ഇതൊക്കെ വർക്ക് ചെയ്ത് ഇങ്ങനെ വർഷങ്ങളോളം ടൈം എടുത്തുകൊണ്ട് ഉണ്ടാകും. കുറച്ച് പണിയൊന്നുമല്ല ഗൈസ്, ഇതുപോലൊക്കെ വർക്ക് ചെയ്ത് ശരിയാക്കാനേ. കൈപ്പണി കൈയും കൊണ്ട് എടുത്തതാണ് എന്ന് പറയുമ്പോഴാണ് ഭയങ്കര ഒരു അത്ഭുതമായി മാറണത്. കുറച്ചൊന്നും സ്ഥലമല്ല. ഇപ്പോൾ ഞങ്ങൾ താജ്മഹലിൻ്റെ ഉള്ളും പുറവും ഒക്കെ കണ്ടത് പുറത്തിറങ്ങി. നമ്മളെ ആഗ്ര മറ്റേ താജ്മഹലൊക്കെ കണ്ടുവന്ന് അന്ന് രാത്രി റൂമിൻ്റെ അടുത്തുള്ള സ്ട്രീറ്റിക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയാട്ടോ. സൈനുവിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് എന്ത് ഫുഡാണ് ഇപ്പൊ നേരത്തെ നമുക്ക് ഏറ്റവും എന്ത് ഫുഡ് നമ്മൾ കഴിക്കും. നമുക്കൊരു വെറൈറ്റി ഐറ്റം പിടിച്ചാൽ വെറൈറ്റി ഐറ്റം എന്ന് പറഞ്ഞാൽ ആലുമാലൊക്കെ, അതുപോലെ റൊട്ടി, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഏത് ഐറ്റംസും പിടിക്കാം, ഒരു വെറൈറ്റി ആയിട്ടുള്ള പിടിക്കാം. നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം. എന്തായാലും നമ്മളെ നല്ല റൊട്ടി, എന്താ പറയാ, കടായി ചിക്കനും സബ്ജി, ഇതൊക്കെ പാടെ ഓർഡർ ചെയ്ത് നല്ല അടിപൊളി ഇങ്ങനെ അടിക്കാണ്. പക്ഷെ ചിക്കൻ ഭയങ്കര എരിവാട്ടോ സൈനോ. എരിവല്ലേ? നല്ല എരിവാ. എങ്ങനെയുണ്ട് ഫുഡ്? അച്ഛല്ല, എരിവില്ലേ? ഭയങ്കര എരിവാ. സമയം എങ്ങനെ ഉണ്ടാ?
ചിക്കൻ കടായി എന്തായാലും മൊത്തത്തില് നല്ലൊരു എരിവുള്ള അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചതോട് കൂടി നമ്മളെ വീഡിയോ കൂടെ തീരുട്ടോ. ഇനി നാളെ ഇൻഷാ അല്ലാ നമ്മൾ നാളെ എടുക്കാൻ പോണ സൈനു രാവിലെ നേരത്തെ ഡൽഹി പോകും. ഞങ്ങള് സുബീക്ക് നീച്ച് ഡൽഹി പോകും. എന്നിട്ട് കുത്തബ് മിനാറും ഇന്ത്യ ഗേറ്റും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നാളെ രാത്രി നമ്മൾ കാശ്മീർക്ക് പോകും. ജമ്മു താവിക്ക് ട്രെയിൻ കയറും. ഓക്കെ ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ നിർത്താം കേട്ടോ. ഓക്കെ.